നിങ്ങൾ മലയാളത്തിലെ മാധ്യമങ്ങൾ, ടെലിവിഷൻ ചാനലുകളാകട്ടെ പത്രങ്ങളാകട്ടെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ, കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ നിരീക്ഷിക്കുന്ന ആളാണ്, ആ ഭയം അതിൽ നിഴലിക്കുന്നുണ്ട്. ധൈര്യത്തോടെ കേന്ദ്ര സർക്കാരിനോട്, കേന്ദ്ര സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയോട് ധൈര്യപൂർവ്വം ചോദ്യങ്ങൾ ചോദിക്കുന്ന എത്ര മാധ്യമങ്ങളുണ്ട്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ടെലിവിഷൻ ചാനൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും XYZ ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ഏത് റേറ്റിംഗ് അനുസരിച്ച് എന്താണെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ജനങ്ങൾ കാണുന്ന ടെലിവിഷൻ ചാനൽ നിങ്ങൾ സ്വയം ചിന്തിക്കുന്ന ചാനലിൽ നിങ്ങൾ ഇനി വരുന്ന ഒരാഴ്ച നിങ്ങൾ നിരീക്ഷിക്കുക. എത്ര സമയത്ത് പ്രൈം ടൈം ഡിബേറ്റ് കേന്ദ്ര സർക്കാരിനെതിരായിട്ടുണ്ടാവും? കേന്ദ്ര സർക്കാരിനെ ഭരിക്കുന്ന പാർട്ടിയോട് ചോദ്യം ചോദിക്കുന്നുണ്ടാവും. പിണറായി വിജയൻ ഓഡിറ്റ് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ ഓഡിറ്റ് ചെയ്യുന്നുണ്ടാവും. അതിന് ധൈര്യം ഉണ്ടാവും. പക്ഷേ BJP എത്ര പേര് ഓഡിറ്റ് ചെയ്യും? അതാണ് പ്രശ്നം. ആ ഭയം ഉണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ പ്രസ് ഫ്രീഡം ഇൻഡെക്സ് 180 രാജ്യങ്ങളിൽ 152 സ്ഥാനത്ത് ഇപ്പോഴും തുടരുന്നത് 2025. ആ ഭയമുണ്ട്. ഈ ഇന്ത്യയിലെ മീഡിയയെ അടക്കി ഭരിക്കുന്ന ആ ഭയം തന്നെയാണ്. മറുവശത്ത് കോർപ്പറേറ്റുകൾ കൂട്ടമായി മാധ്യമങ്ങളെ വിലയ്ക്ക് വാങ്ങിയതൊരു കാര്യമുണ്ട്. അതിനപ്പുറം സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഏറെക്കുറെ അസാധ്യമായ ഒരു സാഹചര്യം ഇന്ത്യയിലുണ്ട്. നിങ്ങൾ ഒന്ന് ആലോചിക്കുക, 180 രാജ്യങ്ങളിൽ 150 രാജ്യങ്ങൾക്കും പിറകിലാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ലോകത്ത് ജനാധിപത്യം നിലനിൽക്കാത്ത രാജ്യങ്ങളിൽ പോലുമുള്ള മാധ്യമ സ്വാതന്ത്ര്യം ഇന്ത്യയിലില്ല എന്നാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് കുവൈത്ത് ജനാധിപത്യമുള്ള രാജ്യമല്ല, അവിടെ ഒരു അമീറാണ് ഭരിക്കുന്നത്. ആ രാജ്യത്തേക്കാൾ പുറകിലാണ് ഇന്ത്യ. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം കുവൈത്ത് പോലെ ജനാധിപത്യം നിലനിൽക്കാത്ത ഒരു രാജ്യത്തേക്കാൾ പിറകിലാണ് മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്ത് നിന്ന് ജനാധിപത്യമുണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കുക. നമ്മുടെ നിന്നൊരു ജനാധിപത്യ രാജ്യം എന്ന് പറയാൻ കഴിയില്ല. ഒരു ഇലക്ട്രൽ ഓട്ടോക്രസി എന്നൊക്കെ പറയാവുന്ന 5 വർഷം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സ്വേച്ഛാധിപത്യ രാജ്യത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.